എൻ്റെ വാർത്തയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അതിഥി ദേവോ ഭവ എന്നാണല്ലോ. എന്നാൽ നമ്മുടെ കേരളത്തിലെ അതിഥി മന്ദിരങ്ങളിൽ പലതിൻ്റെയും സ്ഥിതി പരമദയനീയമാണ്. മുഖ്യമന്ത്രിക്ക് പോലും അത് തുറന്നു പറയേണ്ടി വരികയും ചെയ്തു. ആ കൂട്ടത്തിലാണ് ചരിത്രവും പൈതൃകവും നിറഞ്ഞ കൊല്ലം ആശ്രാമം ഗസ്റ്റ് ഹൗസ്. ടൂറിസം വകുപ്പിന്റെ നിയന്ത്രണത്തിനുള്ള ഈ അതിഥി മന്ദിരം ശാപമോക്ഷം കാത്തു കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചേറെയായി. 200 വർഷത്തിലേറെ പഴക്കമുണ്ട് എനിക്ക് പിന്നിൽ കാണുന്ന ഈ സർക്കാർ അതിഥി മന്ദിരത്തിന്. മഹാത്മജിക്കും ജവഹർലാൽ നെഹ്റുവിനും ഇന്ത്യൻ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമെല്ലാം ആതിഥ്യമരുളിയ മന്ദിരം. പല സുപ്രധാന രാഷ്ട്രീയ തീരുമാനങ്ങൾക്കും സാക്ഷിയായ ബംഗ്ലാവ്. എന്നാൽ ഇന്ന് ഇതിൻ്റെ സ്ഥിതി പരമദയനീയമാണ്. അത് നാം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ചില ഗസ്റ്റ് ഹൗസുകൾ ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണ്? ഇപ്പോൾ അതിനെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് നമ്മൾ. യഥാർത്ഥത്തിൽ നമ്മൾ കൊല്ലവും ആലുവയും എടുത്തു നോക്കിയാൽ മതി. ദയാവധം കാത്തുകിടക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ആ അതിഥി മന്ദിരങ്ങളിൽ ഒന്നിൻ്റെ കാഴ്ചയാണിത്. വിശിഷ്ട വ്യക്തിത്വങ്ങൾ പലരുമെത്തി വിശ്രമിച്ച ഇവിടമിന്ന് തെരുവുനായ്ക്കളുടെ വീടും വിശ്രമ കേന്ദ്രവുമാണ്. ഈ ബംഗ്ലാവിനോട് അധികൃതർ അവഗണന കാട്ടുമ്പോൾ ചരിത്രത്തിൽ ഇതിനുള്ള പ്രാധാന്യം മറന്നുപോകരുത്. കേരളത്തിലെ മറ്റ് അതിഥി മന്ദിരങ്ങളിൽ നിന്നും വ്യത്യസ്തതകൾ ഏറെയുണ്ട് കൊല്ലത്തെ ആശ്രാമം ഗസ്റ്റ് ഹൗസിന്. അത്ര തന്നെ ചരിത്രവും. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ മയൂര സന്ദേശത്തിൽ പോലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഈ കെട്ടിടം തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് ദിവാൻ കേണൽ മൺറോയ്ക്ക് താമസിക്കുന്നതിനായാണ് തയ്യാറാക്കിയത്. അഷ്ടമുടിക്കായലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഈ അതിഥി മന്ദിരം റെസിഡൻസി ബംഗ്ലാവ് എന്നാണ് അറിയപ്പെടുന്നത്. കേരളീയ പാശ്ചാത്യ വാസ്തുശില്പകല സമന്വയിപ്പിച്ച ഇരുനിലകളിലായാണ് മാളിക നിർമ്മിച്ചിട്ടുള്ളത്. അരിയോടുകൾ പാകിയ മേൽക്കൂര, വെട്ടുകല്ലും കരിങ്കല്ലും കുമ്മായവും ചേർത്ത ചുവരുകൾ. 1811 തുടങ്ങിയ നിർമ്മാണം പൂർത്തീകരിക്കാൻ പോലും 8 വർഷത്തോളം എടുത്തു. 1819 ബംഗ്ലാവിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. നിർമ്മാണ വിദഗ്ധനായിരുന്ന ക്യാപ്റ്റൻ ആർതറായിരുന്നു എഞ്ചിനീയർ. ഒരു കാലത്ത് തിരുവിതാംകൂറിലെ സുപ്രധാന രാഷ്ട്രീയ ഭരണ തീരുമാനങ്ങൾക്ക് ഇവിടം വേദിയായി. ഇന്ത്യ കണ്ട പല പ്രമുഖർക്കും ആതിഥ്യമരുളിയ ഈ അതിഥി മന്ദിരത്തിൽ പല വൈദേശിക വ്യക്തിത്വങ്ങൾക്കും വിരുന്നൊരുക്കിയിട്ടുണ്ട്. ഓടയിൽ നിന്നടക്കം നിരവധി ചിത്രങ്ങൾക്ക് പശ്ചാത്തലമാവുകയും ചെയ്തു. സംരക്ഷിക്കപ്പെടാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം കൃത്രിമമായ ചില പദ്ധതികളും കൃത്രിമമായ ചില നിർമ്മിതികളുമാണ് ഇതിനകത്ത് നടക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു മെച്ചപ്പെട്ട ഒരു ആർക്കിടെക്ട് പാനൽ കൊണ്ടുവന്നിട്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ആണ്, ഇതിൻ്റെ പൈതൃകം നിലനിർത്തുന്ന തരത്തിലുള്ള ഒരു മെയിൻ്റനൻസ് ആണ് ഇതിന് അനുയോജ്യം. അതല്ലാതെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിലനിർത്തലല്ല. അതുകൊണ്ടാണ് എപ്പോഴും ഇതിന് മെയിൻ്റനൻസ് നടത്തേണ്ടി വരുന്നത്. കാര്യം ഇത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. ശാശ്വതമായ പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൈതൃകമായ ഇതിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതോടൊപ്പം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഇതെല്ലാം തേക്ക് തടിയും കാട്ടുതടികളൊക്കെയാണ് പണ്ടത്തെ ആ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഇപ്പോഴത് നിലനിൽക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ ആർക്കിടെക്റ്റിൻ്റെ പാനലിലൂടെ അവരുടെ സപ്പോർട്ടോടു കൂടി ഇതിൻ്റെ മെയിൻ്റനൻസ് പണി പൂർത്തിയാക്കാൻ മാത്രമേ ഈ ചരിത്ര സംഭവം നമുക്ക് സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. പൗരാണികമായ അത്യപൂർവമായ വസ്തുക്കളുടെ വലിയ ശേഖരമുണ്ട് ഇവിടെ. ഈട്ടുതടിയിൽ നിർമ്മിച്ച വിപുലമായ ഫർണിച്ചർ ശേഖരമാണതിൽ പ്രധാനം. സപ്രമഞ്ചക്കട്ടിൽ, പല മടക്കുകളുള്ള മേശ, യോഗങ്ങൾ ചേരുന്നതിനുള്ള മേശ, വിശാലമായ തീന്മേശ, കസേരകൾ, ഇവയെല്ലാം തന്നെ കൊത്തുപണികൾ നിറഞ്ഞതാണ്. ഫർണിച്ചറിൻ്റെ കാലുകളിൽ മൃഗങ്ങളുടെ നഖചിത്രം കുത്തിയിരിക്കും. കൂറ്റൻ ഭരണികളും നൂറ്റാണ്ടുകളായിട്ടും നശിക്കാത്ത ചിത്രലേഖനം ചെയ്ത കളിമൺ പാത്രങ്ങളും ആരെയും അമ്പരിപ്പിക്കുന്ന കളിമൺ വാട്ടർ ഹീറ്ററും ബ്രിട്ടനിൽ നിർമ്മിച്ച ഘടികാരവും വരെ ഇവിടെയുണ്ട്. പിച്ചളത്തവികൾ,
മെഴുകുതിരി സ്റ്റാൻഡ് തുടങ്ങി അക്കാലത്ത് അടുക്കളയിലുണ്ടായിരുന്ന എല്ലാ സാമഗ്രികളും ഇന്നും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വിലമതിക്കാനാകാത്ത മൂല്യമുള്ള ഇവയൊക്കെ പ്രദർശിപ്പിക്കുന്നതിനായി പ്രത്യേക ആർട്ട് ഗാലറിക്കൊക്കെ പദ്ധതി തയ്യാറാക്കിയിരുന്നതാണ്. ഗാലറി നിർമ്മാണത്തിൻ്റെ ചുമതല ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിന് നൽകാനും തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ വരെ HLL നടത്തി. എന്നാൽ ഒന്നും നടന്നില്ല. ഫർണിച്ചറുകളിലേറെയും തകർന്ന് തരിപ്പണമായി ഗസ്റ്റ് ഹൗസിൻ്റെ പല ഭാഗങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്നതായി കാണാം. ആധുനിക കാലത്ത് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്ന നിലയിൽ ഏറെ കാലങ്ങളായി ഇത് അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ കുറേ തവണകളായി വിവിധ അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഇതിൻ്റെ ഈ ചരിത്ര സ്മാരകത്തെ നശിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെൻറ്റും അധികാരികളും ഉദ്യോഗസ്ഥരും കൈക്കൊള്ളുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കാലത്ത് കൊല്ലത്തെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു. സാധാരണക്കാർക്കും അതുപോലെ തന്നെ കൊല്ലത്തെ പൗരപ്രമുഖർക്കും ഒക്കെ ഒത്തുകൂടാനും അവർക്ക് അവരുടെ സമ്മേളനങ്ങളും അല്ലെങ്കിൽ യോഗങ്ങളും അല്ലെങ്കിൽ സാംസ്കാരിക സമ്മേളനങ്ങളും ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു ഇടം തന്നെയായിരുന്നു ഈ കൊല്ലം ഗസ്റ്റ് ഹൗസ്. അവിടെയുള്ള സാധന സാമഗ്രികൾ, ഫർണിച്ചറുകൾ, ഇതൊക്കെ 2 നൂറ്റാണ്ടിൻ്റെ ചരിത്രം പേറുന്ന ഫർണിച്ചറുകളാണ്. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഇതിനകത്തുണ്ടോ എന്ന് പോലും അറിയില്ല. ചോർച്ച മൂലം നശിച്ചു തുടങ്ങിയ കെട്ടിടത്തിൻ്റെ സംരക്ഷണത്തിനായി ഓടുകൾ ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണി നടത്തി അലൂമിനിയം ഷീറ്റ് പാകി വീണ്ടും ഓടുപാകി മേൽക്കൂര നവീകരിച്ചിരുന്നു. 1,60,00,000 രൂപയോളം ഇതിനായി ചെലവാക്കി. എന്നാൽ പഴയതിലും വികൃതമായിരിക്കുന്നു ഇന്ന് ഈ അരിയോടുകൾ. ലാൻഡ്സ്കേപ്പ് നടത്തി ഉദ്യാനമൊരുക്കുന്നതിന് 1,68,00,000 രൂപയായിരുന്നു അനുവദിച്ചത്. ഇങ്ങനെ കോടികൾ പല വഴിക്ക് ചെലവാക്കിയെങ്കിലും ഗസ്റ്റ് ഹൗസ് 7 വർഷമായി അടഞ്ഞു തന്നെ കിടക്കുകയാണ്. 15 സ്റ്റാഫുകൾ ഇപ്പോഴും ഈ അടഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിൽ ജോലിക്കായുണ്ട്. HLL തയ്യാറാക്കി നൽകിയ DPRൽ 10,89,00,000 രൂപയാണ് നവീകരണത്തിനായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കെട്ടിടത്തിൻ്റെ പഴമ ഇല്ലാതാക്കുന്നതാണ് ഈ DPR എന്ന് പറഞ്ഞ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ട് അത് ഒഴിവാക്കി. പിന്നെയൊന്നും കാര്യമായി നടന്നില്ല. ഇനിയും ഈ ബംഗ്ലാവിനെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇതുവരെ മുടക്കിയ കോടികളെല്ലാം വെറുതെയാകുമെന്നതിൽ സംശയമേ വേണ്ട. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ എന്ന പഴയ ചലച്ചിത്രഗാനത്തെ അനുസ്മരിപ്പിക്കുന്ന പോലെയാണ് ആശ്രാമം ഗസ്റ്റ് ഹൗസിൻ്റെ അവസ്ഥ. നടപടിക്രമങ്ങളൊക്കെ ശരിയായി വരുമ്പോഴേക്കും ഈ ചരിത്രമന്ദിരം ഇവിടെ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം.